നമ്മുടെ കേരള സമൂഹത്തിൽ ന്യൂനപക്ഷ വിഭാഗമുണ്ട്, ക്രിസ്ത്യൻ മുസ്ലിം സമുദായമുണ്ട്. അവർ ഒരു വേള ചിന്തിച്ചു തങ്ങളുടെ രക്ഷകരായി CPM ഉണ്ടാകും എന്ന് കരുതി. അങ്ങനെ ആ പാവങ്ങൾ കരുതിയിട്ട് അവർ ഈ കഴിഞ്ഞ ഇലക്ഷനിൽ CPM പോലും പ്രതീക്ഷിക്കാതെ കുറച്ച് വോട്ട് ആ മേഖലയിൽ നിന്ന് കിട്ടി. കോഴിക്കോട് കിട്ടി, കണ്ണൂർ കിട്ടി, കാസർഗോഡ് കിട്ടി. അവിടുത്തെ നിയമസഭാ സീറ്റുകളുടെ എണ്ണം നോക്കിയേ, കോഴിക്കോടൊക്കെ മൃഗീയ ഭൂരിപക്ഷമാണ് അവർക്ക് കിട്ടിയത്. ആ ഭൂരിപക്ഷം എല്ലാം തന്നെ അടപടലം പോയി എന്നുള്ളത് അവർക്ക് മനസ്സിലായത് ഈ പറഞ്ഞ 2021 ലോകസഭ വന്നപ്പോഴാണ്. ഈ ലോകസഭയിൽ അങ്ങനെ ന്യൂനപക്ഷം പോയപ്പോഴത്തേക്ക് ആ ന്യൂനപക്ഷങ്ങളെ വിട്ടുകൊണ്ട് ഭൂരിപക്ഷ പീഡനത്തിന് പോയതുകൊണ്ടാണ് മലപ്പുറം പോലൊരു സ്ഥലത്തിന്, നമ്മുടെ കേരളം എന്ന് പറയുന്നത് കേവലം ഒരു ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്നൊന്നുമല്ല, എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ് ബഹുമാനപ്പെട്ട ഒരു പദവിയിൽ ഇരിക്കുന്ന ആളെന്ന് പറയുന്നത്. ആരായിരുന്നാലും മുഖ്യമന്ത്രി പദവി എന്ന് പറയുന്ന രാഷ്ട്രീയത്തിന് അതീതമായി ആ പദവിക്കൊരു വിലയുണ്ട്. അത് നമ്മൾ കണ്ടത് ഉമ്മൻചാണ്ടിയിലൂടെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു മുഖ്യമന്ത്രി ആ ഒരു ദേശത്തെ, മലപ്പുറം ദേശത്തെ വിമർശിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? ഹിന്ദു പത്രത്തിന് കൊടുത്ത ഒരു അഭിമുഖം, അതിന് നിസ്സാരവൽക്കരിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഒരു പഴയ MLA യുടെ മകൻ വന്ന് എന്നോട് ചോദിച്ചു, ഞാനൊരു അഭിമുഖം കൊടുത്തു, ആ അഭിമുഖം അവസാനം ഹിന്ദു എന്ന് പറഞ്ഞാൽ ഹിന്ദു മലയാളത്തിലെ ദേശാഭിമാനി പോലെ ഹിന്ദു ഇംഗ്ലീഷ് പത്രങ്ങളിലെ ദേശാഭിമാനിയാണ്.